ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു യാത്രയാണ്. ഇന്നുമ്മയും ഉപ്പയും ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി മൊത്തം കോയമ്പത്തൂരിലേക്ക് പോവാണ്. ഞങ്ങളുടെ വലിയ ഇത്തയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം 4:30 ഞങ്ങൾ യാത്ര തുടർന്നു. ഫറൂഖ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ട്രെയിന്. അങ്ങനെ ട്രെയിൻ എത്തിയത് 5 മണിക്കാണ്. അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് ബോഗീസ് വരുന്നത് കണ്ടു. അതിൽ ഒന്നിൽ പെട്രോളായിരുന്നു. നമ്മുടെ നാട്ടിലേക്കുള്ള പെട്രോളൊക്കെ ട്രെയിൻ മാർഗ്ഗമാണ് വരുന്നത് എന്നറിഞ്ഞപ്പോൾ എന്നൊരു കൗതുകമായി. ഞാൻ ആദ്യമായിട്ടാണ് അറിയില്ലായിരുന്നു. അങ്ങനെ കറക്റ്റ് 5:30 ആയപ്പോൾ ഞങ്ങൾ ട്രെയിന് എത്തി. അങ്ങനെ ട്രെയിനിൽ കയറി യാത്ര ആരംഭിച്ചു. യാത്ര തുടങ്ങുന്ന സമയത്ത് ഇരുട്ടായിരുന്നു. ട്രെയിനിൽ ഏകദേശം 5:30 എന്നൊക്കെ പറയുമ്പോൾ പുലർന്ന് വരുന്നതേ ഉള്ളൂ. പുലർക്കിരണങ്ങളും അതുപോലെ സൂര്യനും ഒക്കെ ഞങ്ങൾ കാണുന്നത് ഏകദേശം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ട്രെയിനിലുള്ള യാത്രയിലായിരുന്നു. വളരെ സന്തോഷം നിറഞ്ഞ അടിപൊളി ഒരു യാത്രയായിരുന്നു. പോകുന്ന സമയത്ത് ഒരുപാട് കാഴ്ചകൾ കണ്ടു. മക്കൾക്കൊക്കെ ഇത് ആദ്യത്തെ യാത്രയായിരുന്നു. അവർ ട്രെയിനിൽ നിന്ന് ഭക്ഷണമൊക്കെ കൊടുത്തു. നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങളല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ കയ്യിൽ അവർക്ക് ഇഷ്ടമുള്ള അവിൽ അതുപോലെയുള്ള കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. അതൊക്കെ കൊണ്ടാണ് യാത്ര പോയത്. മക്കളെ കൊണ്ട് പോകുമ്പോൾ അവർക്ക് വിശക്കണ കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കില്ല. ഏകദേശം 10-11 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി, കോയമ്പത്തൂരെത്തി. അങ്ങനെ അവിടെ എത്തിയ സമയത്ത് തന്നെ ഇന്നുമ്മ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് എടുത്ത് കളിക്കാണ്. നല്ല ഇഷ്ടമാണ് അവൾക്ക് അതിലൊക്കെ ഇങ്ങനെ ആടി കളിക്കാൻ. അങ്ങനെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഇഡ്ഡലി, ചട്നി തുടങ്ങിയ എല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നത് മെയിനായിട്ടും 2 ഉദ്ദേശം കൊണ്ടാണ്. ഒന്ന്, മക്കളെ കാണണം. അതുപോലെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കണം. ഞങ്ങൾ ചെന്ന സമയത്ത് മക്കളില്ലായിരുന്നു. അവർ പിന്നെ സ്കൂൾ വിട്ട് വന്നു. അപ്പോൾ അവർക്ക് ഞങ്ങളെ കണ്ട സമയത്ത് ഒരുപാട് സന്തോഷമായി. അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്ത്, ഒരുപാട് ടോയ്സ് ഉണ്ട് മക്കൾക്ക് അവിടെ. അതെടുത്ത് ഇന്നുമ്മയും മാഫിയൊക്കെ കളിച്ചു. ഇന്നുമ്മ മാഫിനെയും കണ്ട സമയത്ത് അവർക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളെ പ്രധാനപ്പെട്ട ഉദ്ദേശം പർച്ചേസിങ്ങും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ലൈറ്റ് ഹൗസിൽ പോയി. അളിയൻ എൻജിനീയറാണ്, കോയമ്പത്തൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള ഒരുപാട് കടകളും അതുപോലെയുള്ള എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും പോയി പർച്ചേസ്, വീട്ടിലേക്ക് വേണ്ടിയ ലൈറ്റ്, അതുപോലെ സ്വിച്ചുകൾ, അതുപോലെ ക്ലോസറ്റ് തുടങ്ങിയ എല്ലാ സാനിറ്ററി ഐറ്റംസും ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഒരുപാട് മലയാളീസ് അവിടെ വന്നിട്ടുണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളെപ്പോലെ തന്നെ ഏകദേശം നമുക്ക് ഇവിടുന്ന് നമ്മൾ എടുക്കുന്ന കൊട്ടേഷനേക്കാളും ഒരു 10,000 അല്ലെങ്കിൽ 20,000 രൂപ എന്തായാലും കുറവുണ്ടാവും നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ. അങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ലൈറ്റുകളാണ് ഈ കാണുന്നത് കടയിലുള്ള. അപ്പോൾ ഈ ആളുകളൊക്കെ കോയമ്പത്തൂരിലേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തന്നെ മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ അവിടെ ഇറങ്ങും. ഒരുപാട് ഇപ്പം മിഠായി തെരുവൊക്കെ അല്ലേ, അതുപോലുള്ള ഒരുപാട് കടകളാണ്. ഇഷ്ടം പോലെ കടകളുണ്ട് ഈ ലൈറ്റിന് വേണ്ടി മാത്രം. അവിടെ ഇല്ലാത്ത മോഡലുകളില്ല. ഒരുപാട് നമ്മളെ നാട്ടിൽ ഒരു ലൈറ്റിന് ഇപ്പോൾ നമ്മൾ വില ചോദിക്കുമ്പോൾ ഏകദേശം 5,000 ഒക്കെ ഉള്ള ഒരു ലൈറ്റ് അവിടെ പോയാൽ ഏകദേശം 2,500 അല്ലെങ്കിൽ 2,000 അല്ലെങ്കിൽ 3,000 റേറ്റിനൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ പർച്ചേസിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ നന്നായിട്ട് അറിയുന്ന ആളുകളുടെ കൂടെ പോകണം. അല്ലെങ്കിൽ മലയാളീസിനെ നന്നായിട്ട് ചതിക്കാനുള്ള സാധ്യതയുണ്ട്. പലതരം ഷോപ്പുകളുണ്ട്. കാണുന്നതെല്ലാം പലതരം ലൈറ്റുകളാണ്. നമ്മളെ നാട്ടിലൊന്നും പോയി ഇറങ്ങിയിട്ടുണ്ടാവില്ല ഇത്തരത്തിലുള്ള മോഡലുകളൊന്നും. പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിലുള്ള ലൈറ്റുകൾ വരെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്.